LDFിന്റെ പ്രകടന പത്രിക അല്പസമയത്തിനകം മുഖ്യമന്ത്രി കോഴിക്കോട്ട് പ്രകാശനം ചെയ്യും. UDFിന്റെ പ്രകടന പത്രിക കൊച്ചിയിലാണ് പ്രകാശനം ചെയ്യുക. കൊച്ചി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. കൊച്ചിയിലെ ചടങ്ങുകളാണ് കാണുന്നത്. അവിടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞു. അവിടെ UDF പ്രകടന പത്രിക ഇറക്കും. കോഴിക്കോട്ട് LDF പ്രകടന പത്രിക പുറത്തിറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആർ ശ്രീജിത്ത്, പറയൂ. SKN പ്രകടന പത്രിക കഴിഞ്ഞ 5 വർഷക്കാലവും കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായിരുന്നു. കാരണം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നതായിരുന്നു LDFിന് വേണ്ടി മുഖ്യമന്ത്രി ഉന്നയിച്ച പ്രധാനപ്പെട്ട അവകാശവാദം. അതുകൊണ്ട് തന്നെ എല്ലാ കാലവും കേരളത്തിൽ മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികകൾക്ക് തെരഞ്ഞെടുപ്പിലും തുടർന്നും വലിയ പ്രാധാന്യമുണ്ട്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരുന്നതും കേരളത്തിലെ കാഴ്ചയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ 2021 LDFിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500 രൂപ ആക്കുമെന്നത്. എന്നാൽ അത് വർദ്ധിപ്പിക്കാത്തത് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം ഇപ്പോൾ LDFിനെതിരെ വലിയ പ്രചരണം നടത്തുന്നുണ്ട്. എന്നാൽ LDF ആകട്ടെ പ്രകടന പത്രികയിലെ 600 വാഗ്ദാനങ്ങളിൽ 597 പാലിച്ചുകൊണ്ട് പകുതി വർഷം പിന്നിട്ടപ്പോൾ തന്നെ തങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിച്ചെന്ന അവകാശവാദം നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീകൾക്കുള്ള വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നതും അടക്കം അവകാശവാദമായി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ നമ്മുടെ പ്രചരണ മണ്ഡലത്തിൽ വലിയ ചർച്ചയാകും. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ യുവാക്കളുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലും അവർക്ക് പഠന സഹായം നൽകുന്ന കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടൽ സംബന്ധിച്ചൊക്കെയുള്ള വാഗ്ദാനങ്ങളെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.